ചെയ്ത് കൊടുക്കണം എല്ലാം ഞാനായിരുന്നു. ഈ വീട്ടിലെല്ലാം ഞാനാണ്. ഇപ്പോൾ 2 കൊല്ലം കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരാറില്ല. കാരണം പിള്ളേർ വലുതായപ്പം അതിൻ്റെ ഒരു ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി. ഷെമിയാണ്. ഷെമി എൻ്റെ സഹോദരിയാണ്. പിതാവിന്റെ പേരെന്താ? ഷെമിയുടെ ഭർത്താവിന്റെ പേര് റഹീം, അബ്ദുൾ റഹീം. പാങ്ങോട്ടുകാരനാണ്, ഗൾഫിലാണ്. അവിടെ ജോലി ഒരു കടയാണ്. ഈ വണ്ടിയുടെ പരിപാടി പേപ്പർ കൊട്ടി. ഇല്ല, അതിനല്ല, അങ്ങനെയൊന്നുമില്ല. അറിയില്ല. പെൺകുട്ടിയെ ഞാൻ 3 ഇത്രയും സംഭവം ഉണ്ടായി. ഞാൻ ഇന്ന് 4 ദിവസമായി. ഞാൻ വെഞ്ഞാറോട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ വെഞ്ഞാറിലേക്ക് വരുമ്പോൾ ബൈക്കിൽ വരുമ്പോൾ ഇവൻ പെൺകുട്ടിയെ ബാക്കിൽ വെച്ചുകൊണ്ട് ആറ്റിങ് റോഡിലോട്ട് പോകുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് മുഖം മാറ്റി. കാരണം ഞാൻ കാണണ്ട, അവനും എന്നെ കണ്ടു, ഞാനും കണ്ടു. എന്നാലും ഞാൻ ശ്രദ്ധിക്കാതെ ഞാൻ പോകുന്നു. അത് മെനിങ്ങാണ്. അത് ഇവിടെ നിന്ന് പറയുന്നതാണ്, എനിക്കറിയില്ല. അല്ല, അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. എന്നോട് ഞാൻ ആദ്യം അറിയുന്നത് എൻ്റെ ഭാര്യ വിളിച്ച് പറയുന്നതാണ്. കാരണം അവൾ പനവൂർ ബ്രാഞ്ചിൽ KSFL ബ്രാഞ്ചിൽ ജോലി ചെയ്തിട്ട് 5:45 ബസ്സിലിരിക്കുമ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞ് ഷെമീര വീട്ടിൻ്റെ നിങ്ങൾ അറിഞ്ഞു. ഞാൻ പറഞ്ഞില്ല. ഷെമീര വീടിൻ്റെ മുമ്പ് 2-3 ആംബുലൻസ് കിടക്കുന്നു, നിങ്ങളൊന്ന് ആരെങ്കിലും വിളിക്കാൻ പറഞ്ഞു. ലത്തീഫ് എന്ത് കാര്യത്തിനും റഹീമിന്റെ വാപ്പാടെ സ്ഥാനത്ത് ലത്തീഫാണ് ഇവിടെ വരാറുള്ളത്. അത് ഞാൻ ഉള്ളപ്പോഴും അങ്ങനെയാണ്. പെരുന്നാളായാലും ഓണായാലും എപ്പോഴും ഞാനും വരും. പള്ളി വരും. ഞാനും പെരുന്നാളും ഇവിടെ കയറിയിട്ടൊക്കെയാണ് പോണത്. മുമ്പ് അങ്ങനെ അവരിവിടെ വരണതുകൊണ്ട് തടസ്സം എന്താണെന്നുള്ളതൊന്നും അതിനെക്കുറിച്ചൊന്നും അറിയില്ല. പിന്നെ റഹീമിന്റെ ഉമ്മ എന്ന് പറയുന്നത് 80 വയസ്സ് പ്രായമായതാണ്. അവർ പഴയൊരു തറവാട് ചാണാമൊഴിയ വീടാണ് ഞാൻ പോയിട്ടുള്ളത്. ഇത്രയും പ്രാവശ്യം പോയിട്ടുള്ളതാണ്. തൊട്ടടുത്ത് മക്കളുണ്ട്. അവർ പക്ഷെ മക്കളടുത്തോട്ട് പോയി താമസിക്കില്ല. അപ്പം ചാണാമൊഴിയ വീടാണ്, പോലെയാണ്. ഒറ്റയ്ക്കാണ് താമസം. അവന് ആരോഗ്യമൊക്കെ ഉണ്ട്. വലിയ ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ചേട്ടൻ അല്ല, എനിക്ക് ഇപ്പോഴത്തെ സംഭവങ്ങളൊന്നും അറിയില്ല. ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരം അറിയില്ല. എനിക്ക് പെൺകുട്ടിയായിട്ട് ബന്ധപ്പെട്ട ഒന്നും അറിയില്ല. ലത്തീഫ് എന്ത് കാര്യത്തിനും ഇവിടെ വരുന്നതാണ്. റഹീമിന്റെ ചേട്ടനാണ് ലത്തീഫ് എന്നുള്ള ചേട്ടനാണ്. ഇവിടെ എന്ത് കാര്യത്തിന് റഹീമാണ് മുൻപന്തിയിൽ വരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ എത്തുമായിരുന്നു 2 വർഷം മുമ്പ് വരെ. അത് കഴിഞ്ഞ് എന്നെ അവൻ വിളിക്കും, അല്ലെങ്കിൽ എവള് വിളിക്കും. എന്ത് കാര്യത്തിന് എന്നെ വിളിക്കും. സായിദ എന്ന് പറഞ്ഞത്. പേരെനിക്കറിയില്ല, ഇവര് പറഞ്ഞാണ് അറിയണത്. സായിദ അറിഞ്ഞു. ഇല്ലല്ലോ, ഒന്നും പറഞ്ഞില്ല. പ്രതികരിച്ചില്ല. ഇല്ലല്ലോ, ഒന്നും പറഞ്ഞില്ല. പറയാനുള്ള ഇതല്ലല്ലോ, ഒരാളല്ലല്ലോ, ഒരു മോനല്ലല്ലോ മരണപ്പെട്ടിരിക്കുന്നത്. അമ്മ മരിച്ചു, ചേട്ടൻ മരിച്ചു, ചേട്ടത്തി മരിച്ചു, ഇളയമോ മരിച്ചു, വൈഫ് അതീവ ഗുരുതരമായി കിടക്കുന്നു. വിളിച്ചില്ല. അമൃത, ഈ കൊല്ലപ്പെട്ട കുടുംബത്തിലെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവിന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഗൾഫിലുള്ള അഫാന്റെ പിതാവ് റഹീമിനെ ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അറിയിച്ചു എന്നുള്ളതാണ്. കുടുംബത്തിൽ നടന്ന ദാരുണ സംഭവത്തിന്റെ വ്യാപ്തി ആ ഗൾഫിലുള്ള പിതാവിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. ആ പിതാവിന്റെ ഭാര്യ മരണപ്പെട്ടു, ഇളയ മകൻ മരണപ്പെട്ടു, കുടുംബത്തിൽ മറ്റൊരു പെൺകുട്ടി കൊല്ലപ്പെട്ടു, ജ്യേഷ്ഠനും ജ്യേഷ്ഠന്റെ ഭാര്യയും അമ്മയും കൊല്ലപ്പെട്ടു. വിദേശത്തുള്ള ആ യുവാവിന്റെ ആ പിതാവിന്റെ മാനസികാവസ്ഥ എത്ര സങ്കീർണമായിരിക്കും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ആലോചിക്കാവുന്നതാണ്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അഫാനും പിതാവിനൊപ്പം ഒരു ചെറിയ കാലം വിദേശത്തുണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. വിദേശത്ത് വിസിറ്റിംഗ് വിസയിൽ ഏതാണ്ട് 6 മാസത്തോളം വിദേശത്ത് പിതാവിനൊപ്പമായിരുന്ന യുവാവാണ് അഫാൻ. പിന്നീട് നാട്ടിലേക്ക് തിരിച്ചു വരികയും ഇവിടെ മറ്റു ചില പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയുമായിരുന്നു. ഇതിനിടയിലാണ് ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടിയെ ഇഷ്ടത്തിലായിരുന്നത് എന്ന് നമ്മൾ അനുമാനിക്കുന്ന ഒരു പെൺകുട്ടിയെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്നത്. പിന്നീട് ഇന്ന് വൈകുന്നേരം, ഇന്നത്തെ പകൽ സ്വന്തം ഏറ്റവും അടുത്ത ബന്ധുക്കളെ കൊലപ്പെടുത്തുന്ന മാനസികാവസ്ഥയിലേക്ക് അഫാൻ കടന്നു പോവുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഭീതിപ്പെടുത്തുന്ന കാര്യം. അതിൽ സ്വന്തം ചോര കുഞ്ഞനുജൻ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞനുജനുണ്ട്. സുഹൃത്താണ് എന്ന് നമ്മൾ കണക്കാക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ആക്രമിക്കപ്പെട്ടതിൽ സ്വന്തം മാതാവുണ്ട്, പിതാവിന്റെ മാതാവുണ്ട്, ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഉണ്ട്. ഇവരെയെല്ലാം കൊലപ്പെടുത്തുന്ന നിലയിലേക്ക് അഫാന്റെ മാനസികാവസ്ഥ മാറുകയായിരുന്നു. പിന്നീട് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറയപ്പെടുന്നു.